ഹായ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നല്ല കളർ ഷെയ്ഡ്സിൽ ഹെവി ആയിട്ട് വർക്കൊക്കെ വന്നേക്കുന്ന എന്നാൽ ഓവർ പ്രൈസ് റേഞ്ച് ഒന്നും ഇല്ല. 1140 റേഞ്ചിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഇത് സമ്മർ സ്പെഷ്യലാണ്. ഇത്തിരി ചൂടെടുക്കല്ലാത്ത ഫാബ്രിക്കാണ് നമ്മളിതിൽ കൊടുത്തേക്കുക. ആൻഡ് വർക്ക് ഉണ്ട് ഇതുപോലെ വലിയൊരു ഫ്ലവർ വർക്ക്, റോസ് ഫ്ലവർ, അതിൻ്റെ ഒരു സ്റ്റെമ്മും ലീഫ് പാറ്റേൺസും വന്നേക്കുന്ന വർക്ക് സ്പ്രെഡ് ചെയ്താണ് ഇതിൽ വർക്ക് കൊടുത്തേക്കുക. ഇത്രയും കളർ ഷെയ്ഡ്സും ഉണ്ട്. സോ ഫസ്റ്റ് കളർ ഈ ഒരു യെല്ലോ ആണ്. യെല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് അല്ല, ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡ്. ഇതാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ മാത്രമല്ല, ഇതിൽ മൾട്ടി കോമ്പിനേഷൻസിലാണ് ഈ ഒരു വർക്ക് പോയേക്കുന്നത്. കണ്ടോ, ബ്ലൂവിൻ്റെ കോംബോയും ഉണ്ട്, ഒരു പീച്ച് പിങ്കിൻ്റെ കോമ്പിനേഷനും ഉണ്ട് ഇതിൽ ആ ഫ്ലവേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ഇതിന് നല്ല വിഡ്ത്തും ലെങ്ത് ഒക്കെ ഉണ്ട്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ഒത്തിരി ഓവർ പ്രൈസ് റേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ വരും ടോപ്പ്. ആൻഡ് ദുപ്പട്ട സെയിം ഫാബ്രിക്, അതിലും നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാലപ്പ് ബോർഡർ ഉണ്ട്. അതിന് 2 ലെയർ ആയിട്ടാണ്. പിന്നെ ആ വർക്ക് തന്നെ കുറച്ചും കൂടെ തിന്നാക്കി, അത്രയും വലുപ്പമില്ലാതെ ചെറിയ ചെറിയ വർക്ക്സ് ആയിട്ട് ഓൾ ഓവർ ദുപ്പട്ടയിൽ പോയിരിക്കുന്നു. സോ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ക്രീം പോലെ നിൽക്കും ഇത്. അതിൻ്റെ കോമ്പിനേഷൻ കണ്ടോ, എല്ലാത്തിലും ബ്ലൂവും പീച്ച് പിങ്കിൻ്റെ കോമ്പിനേഷൻസും ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. മൊത്തം 5 ലെയർ ഇതിനകത്ത് ഫുള്ള് വരുന്നുണ്ട്. അതായത് ആ ഫുൾ ലെങ്തിലും വിറ്റിലും ആ വർക്ക് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് സെൻറ്ററിലാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സൈഡിലോട്ടാക്കുമ്പോൾ പാനൽ സ്റ്റൈലിലും എങ്ങനെ വേണമെങ്കിലും ഈ ഒരു വർക്ക് സെറ്റ് ചെയ്യാം. നല്ല ഫാബ്രിക്കാണ്. ആ ക്രഷ്നെസ് ഒക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, ക്രഷ് സിൽക്കാണ്. സമ്മർ സ്പെഷ്യലാണ്. കോട്ടൺ ലൈനിങ് ഒക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് ലുക്ക്. 1140 പ്രൈസ് വരുന്നുള്ളൂ. സോ വർക്ക് മനസ്സിലായത്, ആ ക്രഷ്നെസ് ഇതിൽ നിങ്ങൾക്ക് കാണാമായിരിക്കും. ഒത്തിരി ഓവറില്ല, എന്നാലും നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു സെറ്റാണ്. അധികം ചൂടൊന്നും എടുക്കില്ല. നല്ല സുഖമുണ്ട്. ക്രഷ് സിൽക്ക് ഫാബ്രിക്. ക്രഷ് തന്നെ ഒരുപാട് വേരിയൻസ് അതിലും ഉണ്ട്. നമ്മൾ ഒരുപാട് ക്രഷ് ഫാബ്രിക്കുകൾ കാണിച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇതിന് കുറച്ചും കൂടെ ഒരു ഗ്ലോസി, കുറച്ചും കൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു തെളിച്ചം നല്ല ഒരു ചെറിയൊരു സിൽവറി ഗ്ലോസി ഫിനിഷും കൂടെ ഇതിനുണ്ട്. ഭയങ്കര ഓവർ സിൽവറി അല്ല, പ്ലാറ്റിനം പോലെയല്ല, അതിന് ചെറിയൊരു ഗ്ലോസി ഫിനിഷും കൂടെ ഇതിലുണ്ട്. സോ അപ്പോൾ അടുത്ത കളറിൻ്റെ ലുക്ക് ഇതുപോലെ വരും. ഒരു ഗ്രേപ്പ് ജ്യൂസ് കളർ ടോൺ ആണ്. പാറ്റേൺ സെയിം ക്രഷ് സിൽക്കിലാണ്. ടാപ്പ് ആൻഡ് ദുപ്പട്ട വന്നേക്കുക. 1140 പ്രൈസ്. സോ ഈ ഒരു കളറ് ഗ്രീൻ ബേസ് ആയിട്ട് നിൽക്കുന്ന കളറാണ്. വീഡിയോയിൽ ചേഞ്ച് ആണ്. ഒരു ബ്ലൂ ബേസ് ആയിട്ടാണ് നിങ്ങൾ വീഡിയോയിൽ കാണുക. നേരിട്ട് കാണുമ്പം നമ്മുടെ എംറാൾഡ് ഗ്രീൻ കളറാണ് ഇതിൽ വന്നേക്കുക. എല്ലാത്തിലും എംബ്രോയിഡറി കോമ്പിനേഷൻ സെയിം ബേസ് കളേഴ്സിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ദുപ്പട്ടയുടെ ബോർഡർ എല്ലാത്തിലും ബ്ലാക്ക് ടോണിൽ 2 ലെയേഴ്സ് ആയിട്ടാണ് സ്കാലപ്പ് പോയേക്കുക. പിന്നെ അതായത് അത്രയും വലുപ്പമില്ലാതെ ചെറിയ ചെറിയ ഫ്ലവർ വർക്ക്സ് ആണ് ഓൾ ഓവർ ദുപ്പട്ടയിൽ സ്കാറ്റർ ചെയ്യുന്നത്. ടോപ്പിൽ കുറച്ചും കൂടെ വലുപ്പമുള്ള ഫ്ലവേഴ്സ്. സാൻഡ് ടോൺ സെയിം കളർ തന്നെയാണ് എൻ്റെ ബോട്ടം പെയർ ചെയ്തേക്കുക. ഇത്രയും കളർ ഷെയ്ഡ്സ്. ബഡ്ജറ്റ് റേഞ്ച് ആണ്. 1140 പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇന്ത്യ ഫുള്ളും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഹോൾസെയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോട്ടുള്ള ഷിപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഏതെങ്കിലും വാട്സ്ആപ്പ് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.